നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ സർഗവേദി കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ കൌൺസിലർ സിൻഡോമോൾ സോജന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെയും തൃശൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസും ഹോമിയോ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃശൂരിൽ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം, ഒരാൾ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ സർഗവേദി കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം TG പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് V വിമോദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PG കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ആവേശകരമായ ഷൂട്ടൌട്ട് മത്സരത്തിൽ പീച്ചി ഏരിയ ചാമ്പ്യന്മാരായി. തൃശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ കൌൺസിലർ സിൻഡോമോൾ സോജന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെയും തൃശൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസും ഹോമിയോ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കൌൺസിലർ സിൻഡോമോൾ സോജൻ നിർവഹിച്ചു. സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷനായി. ട്രസ്റ്റി പീയൂഷ് ചാലിശ്ശേരി സ്വാഗതം പറഞ്ഞു. ടോമി ഇടമറ്റത്തിൽ നന്ദിയും, സഹവികാരി ഫാദർ ജോൺ പുത്തൂർ, ഡോക്ടർ കിരൺ തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു. പരിപാടികൾക്ക് ട്രസ്റ്റി ആന്റോവി മാത്യു, ലിയോ ആലപ്പാട്ട്, കുടുംബ കൂട്ടായ്മ കൺവീനർ നോബി മേനാച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. അറിയാനായിട്ട് ഇവർ പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ എങ്ങനെ വേണം ആരോഗ്യ പരിപാലനം എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കാനായിട്ടുള്ള അവസരത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ഓരോ കാലഘട്ടത്തിലും അതാത് സമയങ്ങളിലുള്ള രോഗങ്ങൾ നമുക്ക് ഇടയിൽ കാണാറുണ്ട്. മരുന്നുകളെക്കുറിച്ച് അറിയാനും എങ്ങനെ രോഗത്തെ നിയന്ത്രിക്കാമെന്ന് മനസ്സിലാക്കാനുമാണ്. പൂർണ്ണമായിട്ടും ഓക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ ഹെൽത്ത് ക്യാമ്പ് ഇന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ മഴക്കാലമായി. ഇപ്പം നമുക്കറിയാം ഏറ്റവും അധികം അസുഖങ്ങളൊക്കെ വരുന്നത് മഴക്കാലമാകുമ്പോഴല്ലേ. ഇപ്പോൾ വെള്ളത്തിലൂടെ ഇപ്പോൾ എന്താ പറയുക, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അപ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ മഴ വരുമ്പോൾ ഈ അലർജി, ആസ്മ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊക്കെ അതൊക്കെ കൂടും. അതുകൂടാണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷപ്പനി പോലുള്ള അസുഖങ്ങൾ വായുവിലൂടെ പകരുന്നത്. പിന്നെ ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ എന്താ, കൊതുക് അല്ലേ. തൃശൂരിൽ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം, ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക്കാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ 18-ാം തീയതി രാത്രി 10 മണിക്ക് തൃശൂർ കോരപ്പത്ത് ലൈനിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും തൃശൂർ MG റോഡിലെ ഹോട്ടലിലെ ജീവനക്കാരാണ്.
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ഇതോടെ ലൈംഗിക ഇടപാട് കേന്ദ്രം നടത്തിപ്പുകാരായ 8-അംഗ സംഘം മൂവരെയും ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് ശേഷം പ്രതികൾ മൂവരെയും കാറിൽ കയറ്റി കോട്ടപ്പുറത്തെ താമസ സ്ഥലത്ത് ഇറക്കിവിട്ടു. നാണക്കേട് ഭയന്ന് മൂവരും ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയില്ല. പിറ്റേ ദിവസമാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ധൻപത് നായിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്. സംഭവത്തിൽ അസം ഒറീസ സ്വദേശികളായ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഒരാൾ അസമിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 8-ാമത്തെ ആളെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മലയാള ശ്ലോക പാരമ്പര്യം സംസ്കാര ബിംബമാണെന്ന് ഡോക്ടർ എസ്.കെ. വസന്തൻ. മലയാള ശ്ലോക പാരമ്പര്യം സംസ്കാരത്തിന്റെ അതിശ്രേഷ്ഠമായ പ്രതിരൂപമാണ്. ആ പാരമ്പര്യം പിന്തുടരേണ്ടത് തലമുറകളുടെ കടമയാണെന്നും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ എസ്.കെ. വസന്തൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച മലയാളത്തിന്റെ ശ്ലോക പാരമ്പര്യം പ്രഭാഷണ പരമ്പരയും അക്ഷര ശ്ലോക സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരിയും ചരിത്രകാരിയുമായ രാജലക്ഷ്മി വാനഴി അധ്യക്ഷയായ പരിപാടിയിൽ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റും എഴുത്തുകാരനുമായ കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. തുടർന്ന് NV രാധാകൃഷ്ണൻ, KV പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അക്ഷര ശ്ലോക സദസ്സിൽ ശശിധരൻ നമ്പൂതിരി, ശ്രീദേവി ഭട്ടതിരി, ജയൻ വാര്യർ, അശോക് കുമാർ, പീതാംബരൻ നായർ, രമ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 12 ദിവസം ത്യാഗസത്ത് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിലാണ് അതിൽപ്പെട്ടതാണ് ശ്ലോകം. മറ്റൊരു ശ്ലോകം: പീലിക്കെട്ടു ശിരസിലും മരതകപ്പൊട്ടാലലാളത്തിലും പ്രേമപ്പാലധരത്തിലും കനകഹാരം. അത് റാണി ശൃംഗാരമയായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അത് എഴുതിൻ്റെ ഇടശ്ശേരിയാണ്. ഇടശ്ശേരിക്ക് 10 വയസ്സുണ്ട്. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള സാംസ്കാരിക പരിപാടികളിൽ നിന്നും ഏറെ വ്യത്യസ്തവും എന്നാൽ വളരെയേറെ പ്രാധാന്യവുമുള്ള ഒരു പരിപാടിക്കാണ് നാം എല്ലാവരും ഇന്ന് കാതോർത്തിരിക്കുന്നത്. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 4, മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വടക്കേമഠം ബ്രഹ്മസം വേദപാഠശാലയിൽ സമുചിതമായി ആചരിച്ചു. മണപ്പുറം മായോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ യോഗാചാര്യൻ ശ്രീ മണികണ്ഠൻ വിദ്യാർത്ഥികൾക്ക് യോഗയുടെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലിയിൽ യോഗയുടെ പങ്ക്, ശാരീരിക മാനസികാരോഗ്യത്തിന് യോഗ നൽകുന്ന ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വിവിധ യോഗാസനങ്ങളും പ്രാണായാമ പരിശീലനവും പ്രായോഗികമായി നൽകി. അക്കാദമിക് ഓഫീസർ ശ്രീജ, വാർഡൻ മുരളി എന്നിവർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ദിനചര്യയിൽ യോഗ അഭ്യസിക്കുന്നതിന്റെ പ്രാധാന്യവും ആരോഗ്യകരമായ ജീവിതത്തിന് അത് നൽകുന്ന ഗുണങ്ങളും അവർ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വായന വാരാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഞാറക്കുറ ഉന്നതി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തറ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ വിജീഷ, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് M സത്യദേവൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, CDS മെമ്പർ പ്രിയ ബാബു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അറിയാലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏത്? ആർക്കാ പറയുന്നത്? കുടുംബശ്രീ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏത്? കുടുംബശ്രീ തന്നെ, സംശയമില്ലല്ലോ. കേരളത്തിലെ നമ്പർ 1 കുടുംബശ്രീയായി അടുത്ത തൃശൂർ മതികുന്ന് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ PN പണിക്കർ അനുസ്മരണവും അക്ഷരദീപം തെളിയിക്കലും സംഘടിപ്പിച്ചു. പൊന്നൂക്കര വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരി മിഷ മധു ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് ലേഖ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വായനശാല സെക്രട്ടറി CD ആന്റോ, നേതൃസമിതി കൺവീനർ KN ശിവൻ, രക്ഷാധികാരി മോഹനൻ തൊഴുക്കാട്ട്, M രഘുനാഥ്, രാമകൃഷ്ണൻ എടാട്ട്, PP ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി CD സന്തോഷ് എന്നിവർ സംസാരിച്ചു. പാചക തൊഴിലാളികളെ ആദരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ സ്കൂളുകളിലെ തൊഴിലാളികളെ ആദരിക്കലും ശുചിത്വ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ നിർമ്മല കോൺവെന്റിൽ നടന്ന ആദരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK ബിജു അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മേഫി ഡൽസൺ മുഖ്യാതിഥിയായിരുന്നു. ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ M മനോജ് നയിച്ചു. പോഷകാഹാരം ഉച്ചഭക്ഷണ പദ്ധതിയിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീജിത്ത് PM ക്ലാസ് നയിച്ചു. മികച്ച പാചകക്കാരിക്കുള്ള രുചിരത്നം അവാർഡ് വെസ്റ്റ് ഫോർട്ട് സെന്റ് ആൻസ് സ്കൂളിലെ സിന്ധു റാഫേലിന് സമർപ്പിച്ചു. യോഗത്തിൽ മുൻ നോൺ മെയിൽ ഓഫീസർ K പ്രദീപ്, സ്കൂൾ പ്രധാനാധ്യാപിക ഹിത ഫ്രാൻസിസ്, HM ഫോറം കൺവീനർ ജോഷി D കൊള്ളന്നൂർ, അധ്യാപക സംഘടനാ പ്രതിനിധി K സുനിൽകുമാർ, പ്രധാന അധ്യാപകരായ TM കമറുദ്ദീൻ, K സുരേഷ് ബാബു, ഓർക്കിഡ് ക്ലബ് പ്രതിനിധി KL സ്റ്റീഫൻ, പ്രസന്ന K എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ വൃത്തി ക്യാമ്പയിൻ തുടങ്ങി. ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനം MLA രാജൻ J പല്ലൻ നിർവഹിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി സംസ്ഥാന തലത്തിൽ ആരംഭിച്ച ഡ്രൈ ഡേ ക്ലോറിനേഷൻ ക്യാമ്പയിന്റെ ജില്ലാതല പരിപാടികൾ വൃത്തി ക്യാമ്പയിൻ,
ശുചിത്വത്തിലൂടെ പ്രതിരോധം എന്ന പേരിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ക്യാമ്പയിന്റെ പോസ്റ്റർ പ്രകാശനം തൃശൂർ MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. വെള്ളിയാഴ്ചകളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഞായറാഴ്ചകളിൽ വീടുകൾ കേന്ദ്രീകരിച്ചും തുടർച്ചയായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം. ക്യാമ്പയിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നടത്തി. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്ലെമി ജോസ് നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ TK അനൂപ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവിടങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾ മുഖേനയും ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ക്ലോറിനേഷൻ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. ദീൻദയാൽ ഉപാധ്യായ പരിശീലന മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദീൻദയാൽ ഉപാധ്യായ പരിശീലന മഹാഭിയാൻ പരിപാടിയിൽ ദീൻദയാൽ ഉപാധ്യായ പരിശീലന മഹാഭിയാൻ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തകർ ആശയപരമായും സംഘടനാപരമായും കൂടുതൽ കരുത്താർജിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ മീഡിയ കൺവീനർ ദിനേശ് കുമാർ കരിപ്പേരിൽ, ജില്ലാ സെക്രട്ടറിമാരായ മുരളി കൊളങ്ങാട്ട്, വിൻഷി അരുൺ, മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിയ അനിൽ, നിമേഷ്, സന്തോഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശനിയും ഞായറുമായി നടക്കുന്ന പരിശീലന ശിബിരത്തിൽ BJP ജില്ലാ നേതാക്കളായ ഹരി C നരേന്ദ്രൻ, ഹരീഷ് മാസ്റ്റർ, പ്രിൻറ്റു മഹാദേവ, സബീഷ് മരതയൂർ, സുജയ് സേനൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. BJPയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, BJPയുടെ അടിസ്ഥാന ആശയങ്ങൾ, പാർട്ടിയുടെ ചരിത്രവും വികാസവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പരിശീലന പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടന പ്രഭാഷണത്തിൽ ശ്രീധരൻ മാസ്റ്റർ ഈ വിഷയങ്ങളെ വിശദമായി അവതരിപ്പിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ ജീവിതശൈലിയാക്കണമെന്ന് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വില്ലടം ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 2026 യോഗാ ദിന പ്രമേയമായ ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ആശയം മുൻനിർത്തിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രായം കൂടുമ്പോഴും ശാരീരിക ആരോഗ്യം, മാനസിക സന്തുലിതാവസ്ഥ, ചലനശേഷി എന്നിവ നിലനിർത്തുന്നതിൽ യോഗയുടെ പ്രാധാന്യം പരിപാടിയിൽ വിശദീകരിച്ചു. വില്ലടം ആയുർവേദ ആശുപത്രിയിലെ യോഗ പരിശീലകർ യോഗ അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, കരോളി ജോഷുവ, കൗൺസിലർമാരായ ഹിരൺ, കൃഷ്ണ മോഹൻ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ സ്മിനി ജെ മൂഞ്ഞേലി, ഡോക്ടർ ജിസ്മ,
ഡോക്ടർ മേധ, ഡോക്ടർ സുമ അനിൽ എന്നിവർ യോഗയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കോരംകുളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 2ാം ദിനം സമ്പൂർണ്ണ നാരായണീയ പാരായണം നടത്തി. തെക്കുംപാടം കോരംകുളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി 2ാം ദിനമായ ഞായറാഴ്ച തന്ത്രി പാലക്കാട്ടിലെ നാരായണ നമ്പൂതിരിപ്പാടിന്റെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കോരംകുളം നാരായണീയ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ആചാര്യ ജയശ്രീ ശിവരാമൻ നേതൃത്വം നൽകി. 50 നാരായണീയ സമിതി അംഗങ്ങൾ പങ്കെടുത്തു. സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിന് ശേഷം കൈകൊട്ടിക്കളി, രുക്മിണി സ്വയംവരം എന്നീ ചടങ്ങുകളും ഭക്തർക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. തെക്കുംകര ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തെക്കുംകര 17ാം വാർഡിലെ നിർധനരായ കുടുംബത്തിന് ഡിവൈഎഫ്ഐ തെക്കുംകര ചെമ്പോട് യൂണിറ്റുകൾ സംയുക്തമായി വീട് വൈദ്യുതീകരിച്ചു നൽകി. കൊച്ചുമണി ചേച്ചിയുടെ വീട് വൈദ്യുതീകരിച്ച് നൽകുകയാണ്. വൈദ്യുതീകരിച്ച് നൽകുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വയറിങ് മുഴുവനായി പൂർത്തീകരിച്ചുകൊണ്ട് വാസയോഗ്യമാക്കി തീർത്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കൊച്ചേച്ചിക്ക് ഒരു വീട് മകള് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ തയ്യാറാക്കി കൊടുത്തതാണ്. ഈ വീട്ടിൽ വൈദ്യുതി ഇല്ല, ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന വിവരം ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കും മനസ്സിലായപ്പോൾ അതിനാവശ്യമായ ചെലവുകൾ ഡിവൈഎഫ്ഐയുടെ ചെമ്പോട് തെക്കുംകര യൂണിറ്റുകൾ സംയുക്തമായി സമാഹരിച്ച് ഇലക്ട്രിസിറ്റി യൂണിയനെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സംവിധാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ സർഗവേദി കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ കൗൺസിലർ സിൻഡോമോൾ സോജന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെയും തൃശൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ രോഗങ്ങളെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസും ഹോമിയോ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃശൂരിൽ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം, ഒരാൾ കൊല്ലപ്പെട്ടു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.